പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജമ്മു കശ്മീരിൽ ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽ പാലം പ്രധാനമന്ത്രി ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കും. രാവിലെ 11 മണിക്കാണ് ചെനാബ് നദിക്ക് കുറുകെ നിർമ്മിച്ച റെയിൽ പാലത്തിന്റെ ഉദ്ഘാടനം. കട്ര ശ്രീനഗർ വന്ദേ ഭാരതിന്റെ ഫ്ളാഗ് ഓഫും പ്രധാനമന്ത്രി നിർവഹിക്കും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ ജമ്മു കശ്മീർ സന്ദർശനമാണിത്. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ഒപ്പം ചേരുന്നു. ഗൗതം, കശ്മീരിന് അക്ഷരാർത്ഥത്തിൽ വികസനത്തിന്റെ കുളിരാണ് ഇന്ന് ഉണ്ടാകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രധാനമന്ത്രി അവിടേക്ക് എത്തുന്നു. 46,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നു. ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം വന്ദേ ഭാരത്. കൃഷ്ണരാജ്, ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം വികസനത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് ആ പ്രദേശത്തെ ഉയർത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും. ആർട്ടിക്കിൾ 370 മരവിപ്പിച്ചതിന് ശേഷം തുടർച്ചയായി ജമ്മു കാശ്മീരിന് വികസനത്തിൻ്റെ ഒരു വലിയ തലോടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക്, അല്ലെങ്കിൽ ആ വികസനത്തിൻ്റെ ഒരു വലിയ വ്യാപ്തിയിലേക്ക് ജമ്മു കാശ്മീർ എന്ന പ്രദേശത്തെ കേന്ദ്ര സർക്കാർ കൊണ്ടുപോകുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാന ഉദാഹരണമായി നമുക്ക് ഇന്ന് നടക്കാൻ പോകുന്ന ചരിത്രപരമായ ഈ പരിപാടികളെ നമുക്ക് നോക്കിക്കാണാം. എന്തായാലും ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു കാശ്മീരിലെത്തി അദ്ദേഹം ഏറ്റവും പ്രധാനമായി ഉദ്ഘാടനം ചെയ്യുന്ന, അല്ലെങ്കിൽ ലോകം ഉറ്റുനോക്കുന്നത് തന്നെ ഈ ചെനാബ് റെയിൽ പാലത്തിൻ്റെ, റെയിൽവേ ആർച്ച് പാലത്തിൻ്റെ ഉദ്ഘാടനം തന്നെയാണ്. നമുക്കറിയാം, ആ പാലം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലമാണ്. മാത്രമല്ല അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്നത് ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ജമ്മു കാശ്മീരിൽ ഈ കശ്മീർ പ്രദേശം, അത് സ്വതന്ത്രാനന്തര ഇന്ത്യയിലാണെങ്കിലും കശ്മീർ പ്രദേശം എപ്പോഴും ഈ റെയിൽ കണക്ടിവിറ്റിയും മറ്റും ഇല്ലാത്തതിനാൽ ഒറ്റപ്പെട്ട് കിടന്നിരുന്നു. അത് പലപ്പോഴും ശത്രുരാജ്യങ്ങളും മറ്റും കാര്യമായി മുതലെടുത്തിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അതിനാൽ തന്നെ ഈ ഒരു റെയിൽ പാലത്തിൻ്റെ നിർമ്മാണം സംബന്ധിച്ചുള്ള ചരിത്രം കിടക്കുന്നത് തന്നെ ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ്. അന്ന് നമുക്കറിയാം, ഭാരതത്തിലെ ഓരോ പ്രദേശങ്ങളും അന്ന് രാജഭരണത്തിന് കീഴിലായിരുന്നു. അന്ന് കശ്മീരം ഭരിച്ചിരുന്ന രാജാ പ്രതാപിൻ്റെ കാലത്ത് പോലും ഇത്തരമൊരു റെയിൽ പാലം സംബന്ധിച്ചുള്ള ചർച്ചകളും, അല്ലെങ്കിൽ അന്ന് അത്തരമൊരു പാലം എങ്ങനെ നിർമ്മിക്കാമെന്നത് സംബന്ധിച്ചുള്ള ചില ആലോചനകളൊക്കെ ആ രാജഭരണ കാലത്ത് തന്നെ തുടങ്ങിയതാണ്. പക്ഷേ അന്ന് ടെക്നോളജികളുടെയൊക്കെ കുറവ് മൂലം അന്ന് അത്തരമൊരു പാലം നിർമ്മിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നെങ്കിലും ബ്രിട്ടീഷുകാരും അത് ഉപേക്ഷിച്ചിരുന്നു. കാരണം അത് അത്രത്തോളം വലിയൊരു ടാസ്ക്കാണ്. നമുക്ക് ആ പാലത്തിൻ്റെ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, രണ്ട് വലിയ പ്രധാനപ്പെട്ട മലനിരകൾക്ക് ബന്ധിപ്പിച്ചുകൊണ്ട് ചെനാബ് എന്ന കുതിച്ചൊഴുകുന്ന നദിക്ക് മുകളിലൂടെ ഏതാണ്ട് 359 അടി ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന വലിയ പാലം പ്രകൃതിയുടെ വലിയ തോതിലുള്ള വിളയാട്ടം നടക്കുന്ന സ്ഥലമാണ്. മഞ്ഞുവീഴ്ചയും അതുപോലെ തന്നെ രൂക്ഷമായ പ്രളയവും ഭൂകമ്പത്തിനുമൊക്കെ സാധ്യതകളുള്ള സ്ഥലങ്ങൾ. അവിടെ ഇത്തരമൊരു പാലം നിർമ്മിക്കുന്നത് സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ ആദ്യഘട്ടത്തിൽ നടക്കുമ്പോഴെല്ലാം ബ്രിട്ടീഷുകാരുൾപ്പെടെ മുൻപ് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്ന ശക്തികൾ എല്ലാം ഇത് ഉപേക്ഷിച്ച് പോകുകയായിരുന്നു. രാജഭരണ കാലത്തും ഇതിൻ്റെ ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും പിന്നീട് അത് ഉപേക്ഷിക്കപ്പെട്ടു. എന്നാൽ അടൽ ബിഹാരി വാജ്പേയി സർക്കാരിൻ്റെ കാലത്താണ് ഈ ചെനാബ് പാലത്തിൻ്റെ നിർമ്മാണം 2002 ആരംഭിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ വേഗത കൂടുന്നത് തീർച്ചയായും 2014 നരേന്ദ്രമോദി അധികാരത്തിലേറിയതിന് ശേഷമാണ് എന്നതാണ് വസ്തുത. 2014 ശേഷം ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ വേഗത ശരവേഗത്തിലാവുകയും 2022 പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാവുകയും ചെയ്തു. പിന്നീട് അതിൻ്റെ മറ്റു ചില പണികളും മറ്റും നടന്നിരുന്നു എന്നതിനാലാണ് ഇപ്പോൾ 2025 അതിൻ്റെ ഉദ്ഘാടന കർമ്മം എത്തിച്ചേർന്നത്. എന്തായാലും ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ജമ്മു കാശ്മീരിലേക്ക് എത്തുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത് തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഈ ചെനാബ് ആർച്ച് റെയിൽവേ പാലത്തിൻ്റെ ഉദ്ഘാടന കർമ്മം തന്നെയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു റെയിൽ പാലം, അത് കേബിളുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള രാജ്യത്തെ തന്നെ ആദ്യത്തെ കേബിൾ റെയിൽ പാലമാണ്. അതും ഈ പറയുന്ന ശ്രീനഗർ, ഉദ്ധംപൂർ, അതുപോലെ ബാരാമുല്ല റെയിൽ പദ്ധതിയുടെ ഭാഗമായിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. ഏതാണ്ട് 272 കിലോമീറ്ററാണ് ഈ ഉദ്ധംപൂർ, ശ്രീനഗർ, ബാരാമുല്ല റെയിൽ കണക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ബന്ധിപ്പിക്കുന്നതിനിടയിലാണ് ഈ ചെനാബ് നദിക്ക് കുറുകെ വരുന്ന ഈ രണ്ട് പ്രധാനപ്പെട്ട പാലങ്ങൾ. ഒന്ന് നേരത്തെ സൂചിപ്പിച്ച ചെനാബ് പാലമാണ്. ആ പാലത്തിൻ്റെ പ്രത്യേകത നമ്മൾ ഇതിനകം പറഞ്ഞു കഴിഞ്ഞു.
അതോടൊപ്പം തന്നെ ഈ കേബിളുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മറ്റൊരു പാലവുമുണ്ട്. ഈ 2 പാലങ്ങൾ കൂടാതെ നിരവധി മറ്റു ചെറുപാലങ്ങളും അതോടൊപ്പം തന്നെ ഗുഹകളിലൂടെയുള്ള തുരങ്കങ്ങൾ കട്ട് ചെയ്ത് നിർമ്മിച്ചിട്ടുള്ള പ്രത്യേക വഴികളിലൂടെയും ഒക്കെയാണ് ഈ ഉധംപൂർ ശ്രീനഗർ ബാരാമുല്ല റെയിൽ ലിങ്ക് പദ്ധതി കടന്നു പോകുന്നത്. ഇതോടുകൂടി ശ്രീനഗറും ഭാരതത്തിൽ നിന്നും ഒറ്റപ്പെട്ട് കിടക്കുകയല്ല, അല്ലെങ്കിൽ ശ്രീനഗർ അടങ്ങുന്ന കശ്മീർ താഴ്വരയിലേക്ക് ചരിത്രത്തിൽ ആദ്യമായി റെയിൽവേ കടന്നു വരുന്നു എന്നതാണ് ഈ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്നത്. കൃഷ്ണരാജ്. ഗൗതം, ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പ്രധാനമന്ത്രി അവിടേക്ക് എത്തുകയാണ്. കൃഷ്ണരാജ്, അത് മറ്റൊരു സവിശേഷതയാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ കശ്മീർ പര്യടനത്തിൽ. കാരണം പഹൽഗാമും അതിന് ശേഷം നടന്നിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂരും ഒക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണ് എത്രത്തോളം സങ്കീർണമായിരുന്നു. 2 രാജ്യങ്ങൾ തമ്മിൽ അപ്രഖ്യാപിതമായ യുദ്ധത്തിലേക്ക് ഏതാണ്ട് 3 ദിവസങ്ങൾ കടന്ന് ഭാരതം അതിൻ്റെ സൈനികമായ ശക്തി ശത്രു രാഷ്ട്രത്തിനെ കൃത്യമായി ധരിപ്പിച്ച ദിവസങ്ങളാണ് മെയ് മാസത്തിലെ ആദ്യ ആഴ്ചകളിൽ കടന്നുപോയത് എന്നത് നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ വളരെ സങ്കീർണമായ ദിനങ്ങൾക്ക് ശേഷം ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു കാശ്മീരിലേക്ക് എത്തുന്നു എന്നതുകൂടി ഇതോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ്. കാരണം പ്രധാനമന്ത്രി കശ്മീരിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഈ ചെനാമ്പ് പാലം ഉൾപ്പെടെ ഏതാണ്ട് അതിർത്തിയിൽ നിന്നും ഒരുപാട് അകലെയൊന്നുമല്ല. ജമ്മു കാശ്മീർ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. അത് ജമ്മു റീജിയൻ ആണെങ്കിലും കശ്മീർ താഴ്വരയിലാണെങ്കിലും പാകിസ്ഥാൻ അതിർത്തി കടന്നു പോകുന്നുണ്ട്. അതിനാൽ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അദ്ദേഹം ജമ്മു കാശ്മീരിലേക്ക് ആദ്യമായി എത്തുന്നു. ഈ ചെനാമ്പിൻ്റെയും അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ കേബിൾ പാലവും മാത്രമല്ല, അദ്ദേഹം വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടന കർമ്മം കൂടി നിർവഹിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പൊതുപരിപാടിയിൽ സംസാരിക്കും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കശ്മീർ ജനതയോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പറയാനുള്ളത് എന്നതാണ് ഭാരതം ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം കശ്മീരിന് വലിയ പരിഗണന അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിലെത്തിയതിന് ശേഷം നൽകുന്നുണ്ട്. 2014 മുതൽ ഓരോ തവണയും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റ് 15 ആഘോഷിക്കുന്ന വേളയിൽ റെഡ് ഫോർട്ടിൽ സംസാരിക്കുമ്പോഴെല്ലാം പ്രധാനമന്ത്രി ജമ്മു കാശ്മീർ ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് എന്നത് അരക്കിട്ടുറപ്പിക്കുകയും ആ പ്രദേശം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നയതന്ത്ര തലത്തിലും തന്ത്രപ്രധാനമായ രീതിയിലും സൈനിക തലത്തിലുമൊക്കെ എത്രത്തോളം ഈ രാഷ്ട്രത്തിൻ്റെ അവിഭാജ്യമായ ഘടകമാണ് ജമ്മു കാശ്മീർ എന്ന കാര്യം ഭാരതത്തിൻ്റെ മുഴുവൻ സമൂഹത്തെയും കശ്മീരിലെ സമൂഹത്തെയും ഓർമ്മപ്പെടുത്തുന്ന പ്രധാനമന്ത്രിയാണ്. അതിനാൽ അദ്ദേഹം ഇന്നിപ്പോൾ ഈ ഏതാണ്ട് 46,000 കോടി രൂപയുടെ പദ്ധതി കശ്മീർ ജനതയ്ക്ക് സമ്മാനിച്ചുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കും. ഒപ്പം പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഏതാണ്ട് ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ കാലയളവിൽ വലിയ സംഘർഷങ്ങൾക്ക് വേദിയായ കശ്മീരിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കും, പാകിസ്ഥാന് ഏതൊക്കെ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകും, എന്തൊക്കെ താക്കീത് ശത്രു രാഷ്ട്രങ്ങൾക്ക് നൽകും തുടങ്ങിയ വലിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതിൻ്റെ എല്ലാം കൃത്യമായ ഉത്തരം നമുക്ക് ഈ 11 മണിക്ക് അദ്ദേഹം ഈ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം സംസാരിക്കുന്ന വേളയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഇന്നീ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനൊപ്പം മറ്റൊരു ചരിത്ര പ്രാധാന്യം എന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ജമ്മു കാശ്മീരിലേക്ക് പ്രധാനമന്ത്രി ആദ്യമായി എത്തുന്നു എന്നുള്ളതാണ്. ഇന്ന് അദ്ദേഹം എത്തുന്നതിന് മുന്നോടിയായി ഇന്നലെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്, അദ്ദേഹം ഉധംപൂരിൽ നിന്നുള്ള BJP-യുടെ MP കൂടിയാണ്. അദ്ദേഹവും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിൻ്റെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും ചെനാമ്പ് പാലം സന്ദർശിക്കുകയും അവിടുത്തെ സുരക്ഷാ കാര്യങ്ങൾ ഉൾപ്പെടെ വിലയിരുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടേക്ക് എത്തുന്നത്. കൃഷ്ണരാജ്. പ്രധാനമന്ത്രി ഇന്ന് കശ്മീരിലേക്ക് എത്തുകയാണ്. അവിടെ ചരിത്രം പിറക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽപാലം, ഏറ്റവും ഉയരെയുള്ള റെയിൽപാലം ഇന്ന് പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. മാത്രമല്ല 46,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും ഇന്ന് തുടക്കമിടുകയാണ്. രാജ്യത്താകെ വികസന സന്ദേശവുമായുള്ള ഒരു യാത്രയാണ് പ്രധാനമന്ത്രി നടത്തുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.